ഇന്നുച്ചയ്ക്ക് ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് ബീറ്റ്റൂട്ട് തോരനാണ് കേട്ടോ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് പച്ചക്കറി കിട്ടിയാലും തോരൻ ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു സ്ഥിരം ഹോബിയാണ്. ഇത് എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇന്ന് ഒരു ചെറിയ ബീറ്റ്റൂട്ട് വളരെയധികം സമയം എടുത്ത് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ കൊത്തി അരിയാൻ നിൽക്കാറില്ല. കടുകൊക്കെ പൊട്ടി കൊത്തിയരിഞ്ഞ ബീറ്റ്റൂട്ട്, സവാള, പച്ചമുളക്, കറിവേപ്പില ഇത് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ആഴ്ചയിൽ 6 ദിവസവും ജോലിക്ക് പോകുന്നതുകൊണ്ട് ലഞ്ച് ബോക്സ് മസ്റ്റാണ്. അപ്പോൾ തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ സൈഡിൽ ഒരു അച്ചാറായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഏത് എന്താ പറയുക, ഞാൻ തോരൻ വയ്ക്കുമ്പോൾ സാധാരണ വെള്ളം ഒഴിച്ച് വേവിക്കാറാണ് ചെയ്യുക. തോരൻ വയ്ക്കുമ്പോഴത്തേനും കായ് വേകാനുള്ള വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കും. കൊത്തി അരിഞ്ഞാലും ഞാൻ എണ്ണയിലിട്ട് മൂപ്പിക്കാനായിട്ട് അത്രയും എണ്ണ ഒഴിക്കാറില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് ഈ കായ് വേകാനുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇതിൽ അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 സ്പൂൺ ഗരം മസാലയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ജീരകവും വെളുത്തുള്ളിയൊന്നുമല്ല. അപ്പോൾ ഇത് മിക്സിയിലിട്ടൊന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. അതൊന്ന് പരത്തി വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ കട്ടയായിട്ടിരിക്കുന്നതിന് കാരണം ഫ്രിഡ്ജിൽ നിന്ന് പെട്ടെന്ന് ഡയറക്റ്റായിട്ട് എടുത്ത് തേങ്ങ എന്താ പറയുക ചിരകി വെച്ചിരുന്നത് അങ്ങനെ തണുപ്പ് മാറാണ്ട് എടുത്തിട്ട് അരച്ചതുകൊണ്ടാണ് കേട്ടോ അടിയിൽ കട്ട പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പിങ്ക് സാൾട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി, നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശം ഒന്നുമില്ല. തോരനാണെങ്കിൽ നമുക്ക് നല്ല എന്താ പറയുക തുറാന്ന് കിട്ടും. അതിപ്പോൾ അതിന് വേറെ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സിനുള്ള ബീറ്റ്റൂട്ട് തോരൻ റെഡിയായിട്ടുണ്ട്. വേണമെങ്കിൽ താളിക്കുമ്പോൾ എന്താ പറയുക 2 വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ ആ പരിപാടിക്കൊന്നും നിൽക്കാറില്ലാത്തതുകൊണ്ട് ഇതൊക്കെ മതി. ഇത് ധാരാളമാണ്. ഇപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്. ലഞ്ച് ബോക്സിലെ ബീറ്റ്റൂട്ട് തോരൻ റെഡിയായി. ഇത്രയൊന്നും ഞാൻ കൊണ്ടുപോകത്തൊന്നുമില്ല കേട്ടോ.